ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ 47,094 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റി ഒരു 269 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി 47,363 എന്ന ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ ദിവസം. എങ്കിലും 477 പോയിന്റ് മൂവ്മെന്റ് തന്ന് ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു 161 പോയിന്റിന്റെ മൈനസിൽ 46,933 എന്ന ലെവലിൽ ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 477 പോയിന്റ് മൂവ്മെന്റ് തന്നപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് എന്ത് ട്രേഡാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്, അഥവാ അതെങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ 47,215 എന്ന ലെവലിലായിരുന്നു ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ റെഡ് ലൈൻ 46,790 എന്ന ലെവലിലും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിലുള്ള ബ്ലാക്ക് ലൈനുകൾ അതിന് മിഡിലായി ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയി മാറാം എന്ന് കരുതി രേഖപ്പെടുത്തിയിരുന്ന ലെവൽ 47,000-ലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. എന്നാൽ പിന്നീട് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് സോണുകളിലേക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ പതിവായി പറയുന്നത് പോലെ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം, ഓപ്പണിംഗ് ലോ ആവട്ടെ ഹൈ ആവട്ടെ, അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റോ എവിടെയോ ആവട്ടെ, ആദ്യത്തെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് അതിന് സാമാന്യം നല്ല റേഞ്ച് മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അല്പം കൂടി വലിയ ടൈം ഫ്രെയിമിൽ വേണം ഒരു കൺവിക്ഷൻ എടുക്കാൻ എന്നും ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് കാണിച്ചത് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഈ ബ്ലാക്ക് ഗ്രീൻ ലൈനുകൾക്കിടയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് മൂവ്മെന്റ് നൽകിയെങ്കിലും ഇവിടെ ബൈ ചെയ്ത് ഈ ഹൈ, സാധാരണ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറ്, അങ്ങനെ ചെയ്തവർക്ക് കൃത്യമായ ഒരു ടാർഗറ്റ് കിട്ടിയിരുന്നു. ഞാൻ കൃത്യമായി ട്രേഡ് ചെയ്തിരുന്നു. അതിനുശേഷം അതുവരെ നൽകിയ ഉയരത്തിന് മുകളിൽ പ്രൈസിന് കടക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ക്ലോസ് ആവാനും കഴിയുന്നില്ല എന്ന് ഇവിടെ ക്യാൻഡിൽ പാറ്റേണുകൾ കൃത്യമായി റീഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ഇവിടുന്ന് പ്രൈസ് ഡൗൺവേർഡ് പോവുകയാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുത്ത് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തവർക്ക് അതുവരെ നൽകിയ ലോ ടാർഗറ്റായി ലഭിച്ചു. വീണ്ടും ഇവിടെ നിന്നും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ബ്ലൂ ലൈനിൽ നിന്നും കൃത്യമായി സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തു. അപ്പോഴും അതിനു മുമ്പ് രേഖപ്പെടുത്തിയ ഹൈ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കഴിയാതെ പ്രൈസ് അവിടുന്ന് വീണ്ടും സെൽ ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്ലീൻ ഫാൾ. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയിരുന്നു. ശ്രദ്ധിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ട്രേഡ് ചെയ്തവർക്ക് നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ട്രേഡിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചാലും, ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചാലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ട്രേഡ് ചെയ്യാൻ എങ്ങനെ ശീലിച്ചാലും ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന സംജ്ഞ എന്താണ്, ഡയറക്ഷൻ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ട്രേഡ് സാധ്യമാകൂ എന്ന് ഇത് കാണുമ്പോൾ കൃത്യമായും എല്ലാവർക്കും ബോധ്യപ്പെടുമെന്ന് കരുതുന്നു. ഇവിടെയെല്ലാം കൃത്യമായ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഇൻഡിക്കേഷനുകൾ നൽകിയിട്ടുണ്ട്. ഇത് പുതുതായി കടന്നു വന്നിരുന്നവർക്ക് കൃത്യമായി ചെക്ക് ചെയ്ത് അവരുടെ മനസ്സിൽ ഇത്തരം ക്യാൻഡിൽ പാറ്റേണുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പ്രിന്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ അത് അവർക്ക് തിരിച്ചറിയാൻ, അങ്ങനെ ഒരു സന്ദർഭം ഫോം ആവുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കൃത്യമായ ഡയറക്ഷനിലേക്ക് ചെറിയ സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്നത്തെ ദിവസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്നാണ് പുതിയതായി ഈ മേഖലയ്ക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, നിർദ്ദേശിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് തന്ന പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നാളത്തേക്കുള്ളത് എന്നത് നമുക്ക് പ്ലാൻ ചെയ്യാം. 47,161 എന്ന ലെവലിലാണ് ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 46,790 എന്ന ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി റെഡ് ലൈനും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ കൃത്യമായും 46,872, 47,91 എന്ന ലെവലുകളിലായി ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കാതെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു എങ്കിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ് എന്ന് നോക്കിയാണ് ഞാൻ ഇവിടെ റെഡ് ലൈനും ഗ്രീൻ ലൈനുകളും രേഖപ്പെടുത്തുന്നത്.
എന്നാൽ അതിനു മുകളിൽ ഓപ്പണിംഗ് തരികയാണെങ്കിൽ തീർച്ചയായും പ്രൈസ് ഒരു കാൻഡിൽ പാറ്റേണുകൾക്ക് അനുസരിച്ച് ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ടും, അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ നിന്ന് ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് ലെവലിൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യമായി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിച്ചേക്കുമെന്ന് ഞാൻ കരുതുന്ന ഏരിയയാണ് 47,161 എന്ന ലെവൽ. അതുപോലെ തന്നെ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം ഈ ഏരിയയിൽ ആദ്യമേ ലഭിക്കുന്ന പ്രധാന സപ്പോർട്ട് എന്ന ലെവലിലാണ് ഞാൻ 46,790 എന്നത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ലൈനുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ഗ്രീൻ ലൈനിന് മുകളിൽ ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് 1 അവർ ക്യാൻഡിലുകൾ അത് മൂവ്മെന്റിന്റെ ഇതുപോലെ ടൈം ഫ്രെയിം പോലെ നിൽക്കുകയാണ് എങ്കിൽ മാത്രമാണ് ഡൗൺ സൈഡിലോട്ട് വന്ന് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഒരു സെല്ലിംഗ് ഡയറക്ഷനിലോട്ടാണ് പ്രൈസ് പോരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതുവരെ നൽകിയ ഉയരം ഡേയ്സ് ഹൈ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ അത് ഏത് ഏരിയയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 5 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് എന്നിവ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. എങ്ങനെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം പ്രധാനമായും സ്റ്റോപ്പ് ലോസ് ആയി കരുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് 46,790 എന്ന റെഡ് ലൈൻ ലെവൽ തന്നെയാണ് എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഞാൻ ഈ ലെവലാണ് 47,161 എന്ന ലെവലാണ് സ്റ്റോപ്പ് ലോസ് ആയി പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ഗ്രീൻ ലൈൻ ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമുകളിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അത് സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ ആ സ്റ്റോപ്പ് ലോസ് പോയിന്റ് സ്ട്രിക്റ്റ് ആയി കണക്കാക്കും. അങ്ങനെ എങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ്, ട്രെൻഡ് അപ്വേർഡ് തന്നെയാണ് എന്ന് ഞാൻ കൺവിൻസ് ആക്കുന്നത് അതുവരെ നൽകിയ ഉയരത്തിന് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ ട്രെൻഡ് കൃത്യമായും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയും ഇന്ന് നൽകിയ ഉയരത്തിന് മുകളിൽ, അതാണ് ഞാനിവിടെ തിക്ക് ലൈനായി ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡൗണിൽ വീണ്ടും അതേപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഒരു കൺവിക്ഷൻ 5 മിനിറ്റിൽ എങ്കിലും എടുക്കുന്നതായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇതിനു മുകളിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ കിട്ടുമ്പോൾ ജോയിൻ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ വാങ്ങി അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്താൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് 47,605, 47,828 എന്നിങ്ങനെ. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ കൃത്യമായി മേലോട്ട് ലഭിക്കാവുന്ന എല്ലാ ടാർഗറ്റുകളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ ഏറ്റവും മുകളിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് ആയി ലഭിച്ചേക്കാവുന്ന ഏരിയ ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ഡൗൺവേർഡ് ഡയറക്ഷനാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ബ്ലാക്ക് ലൈനിന് അടിയിൽ ക്ലോസ് ചെയ്ത് വീണ്ടും റെഡ് ലൈൻ അല്പം സ്ട്രോങ് തന്നെയാണ്. അതിനടിയിൽ ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം
അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ നൽകിയ ലോ ആണ്. അതിനടിയിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ട്രെൻഡ് ഡൗൺ സൈഡിലോട്ട് കണ്ടിന്യൂ ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ട ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയും 46,300 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായി വർക്ക് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ധാരാളമായി ലാഭം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.